64ാമത് കേരള സ്കൂൾ കലോത്സവം ജനുവരി മാസം 14 മുതൽ 18 വരെ നടക്കുകയാണെന്നുള്ള വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഉദ്ഘാടന സമ്മേളനം തേക്കിൻകാട് മൈതാനമാണ്, എക്സിബിഷൻ ഗ്രൗണ്ടിൽ വെച്ചാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ള അഭിനയ മന്ത്രി ശ്രീ രാജന്റെയും കലോത്സവത്തിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള മന്ത്രി ആർ ബിന്ദുവിൻ്റെയും വിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് IAS മറ്റ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെയും നേതൃത്വത്തിൽ കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള വിവിധ കമ്മിറ്റികൾ ചേരുകയുണ്ടായി. രാവിലെ 9 മണിക്ക് പ്രിൻസിപ്പൽമാരുടെ യോഗം ചേർന്നു. HMമാരുടെയും പ്രിൻസിപ്പൽമാരുടെ യോഗം. അത് 2 സെക്ഷനായിട്ടാണ് നടന്നത്. 1250 സ്കൂളുകളാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. കൃത്യമായി തന്നെ ആ യോഗം നടന്നു. 11 മണിക്ക് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ PTA പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നു. 12 മണിക്ക് കലോത്സവ സബ് കമ്മിറ്റി 19 കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി കൺവീനർമാരുടെ യോഗം ചേർന്നു. 2 മണിക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും യോഗം ചേർന്നു. കാരണം ഓട്ടോറിക്ഷ തൊഴിലാളികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 2:30 ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഉടമകളുടെ യോഗം ചേർന്നു. 3 മണിക്ക് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം ചേർന്നു. ഇപ്പം നിങ്ങളിവിടെ എത്തിച്ചേരുന്നതിന് തൊട്ട് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു. എല്ലാ പാർട്ടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ സമന്വയ നേതാക്കന്മാർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇനി ഈ യോഗം കഴിഞ്ഞ ശേഷം, നമ്മുടെ ഈ പത്രസമ്മേളനം കഴിഞ്ഞ ശേഷം വ്യാപാരി വ്യവസായികളുടെ യോഗം നടക്കുകയാണ്. ഇരുപത്തഞ്ച് വേദികളിലായി 249 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 19 സബ് കമ്മിറ്റികൾ ഉണ്ട്. ഓരോ കമ്മിറ്റിക്കും DEOമാർ, AEOമാർ, സൂപ്രണ്ടുമാർ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്രണ്ടുമാർ എന്നിവർക്ക് അധിക ചുമതല നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ 25 വേദികളിലും ഓവറാൾ ഒരു ചുമതല എന്നുള്ള നിലയിൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർ, RDDമാർ, JDമാർ, AEOമാർ, DEOമാർ, ഡിപ്പാർട്ട്മെൻറ്റിലെ വിവിധ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അവർക്കെല്ലാം ചുമതല കൊടുത്തിട്ടുണ്ട്. വേദികൾക്ക് ഞങ്ങൾ വേദി 1 സൂര്യകാന്തി, പൂക്കളുടെ പേരാണ് ഇട്ടിരിക്കുന്നത് എല്ലാ വേദികൾക്കും. വേദി 2 പാരിജാതം, 3 നീലക്കുറിഞ്ചി, പവിഴമല്ലി 4, ശംഖുപുഷ്പം 5, വേദി 6 ചെമ്പകം, 7 മന്ദാരം, 8 കനകാംബരം, 9 ഗുൽമോഹർ, ചെമ്പരന്തി 10, കർണികാരം, നിത്യകല്യാണി 12, പനിനീർപ്പൂ 13, നന്ദ്യാർവട്ടം 14, ഡാലിയ 15, വാടാമല്ലി 16, മുല്ലപ്പൂ 17, ആമ്പൽപ്പൂ 18, തുമ്പപ്പൂ 19, കണ്ണാന്തള്ളി 20, പിച്ചകപ്പൂ 21, ജമന്തി 22, തെച്ചിപ്പൂ 23, താഴാമ്പൂ 24. ചെണ്ടുമല്ലി 25. ചെണ്ടുമല്ലി 25. ചെണ്ടുമല്ലി 25. ഒൻപതാം തീയതി ലഹരിക്കെതിരെ നമ്മുടെ തേക്കൻകാട് മൈതാനം റൗണ്ട് എക്സിബിഷൻ ഗ്രൗണ്ട് ചുറ്റി ഒരു വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ, മനുഷ്യ ചങ്ങല എന്ന് വേണം പറയാം, കുട്ടികളുടെ ചങ്ങല പ്രതിരോധ ശൃംഖല
സൃഷ്ടിക്കുകയാണ്. 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അതുപോലെ തന്നെ സ്വർണ്ണക്കപ്പ് തൃശ്ശൂർ ജില്ലയിൽ പ്രവേശിച്ചാൽ 13 അസംബ്ലി മണ്ഡലങ്ങളിലും 12, 13 തീയതികളിലായി ജനുവരി മാസം 12, 13 തീയതികളിലായി സഞ്ചരിച്ച് 13-ാം തീയതി വൈകുന്നേരം 3:30 ഇവിടെ നഗരത്തിൽ എത്തിച്ചേരും. 1000-ഓളം വരുന്ന കുട്ടികൾ SPC, NCC, NSS, സ്കൗട്ട് കുട്ടികൾ ഉൾപ്പെടെ ബാൻഡ് മേളത്തോടുകൂടി അതിനെ സ്വീകരിക്കും. ഓരോ മത്സര കേന്ദ്രങ്ങളിലും ജനപ്രതിനിധികളും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ചേർത്തുകൊണ്ടുള്ള കമ്മിറ്റികൾ രൂപീകരിക്കും. അത് മത്സരവേദിയിലും രൂപീകരിക്കും, അക്കോമഡേഷൻ സെന്റേഴ്സിലും രൂപീകരിക്കും. എല്ലാ കേന്ദ്രങ്ങളും പോലീസ് നിരീക്ഷണത്തിലായിരിക്കും. വനിതാ പോലീസും പുരുഷ പോലീസും ഷാഡോ പോലീസും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. ഇന്നത്തെ കുട്ടികളെ കൊണ്ടുപോകുന്നതിനും വരുന്നതിനും ഒക്കെ എല്ലാ സ്കൂളുകളുടെയും വാഹനങ്ങൾ നൽകാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്റ്റാഫ് യോഗങ്ങൾ എല്ലാ സ്കൂളുകളിലും ചേരുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ശുചിമുറി, ടോയ്ലറ്റ് സംവിധാനങ്ങൾ വൃത്തിയുള്ളതും ആവശ്യത്തിന് ജലലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാട്ടർ അതോറിറ്റി, പോലീസ്, വൈദ്യുതി വകുപ്പ് യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ നിലയിൽ ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇതുവരെ നടന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ ശ്രീ രാജൻ സ്വാഗതം പറയും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായിരിക്കും. മന്ത്രിമാർ, MLA മാർ, MP മാർ തുടങ്ങിയവരെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ തലസ്ഥാന തൃശ്ശൂരിലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരെ ഞങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനവും നടന്നുകൊണ്ട് ഇരിക്കുകയാണ്.